ഡെയിലി വ്ളോഗിൻ്റെ ഡേ 3 ആണ്. ആക്ച്വലി നല്ലോണം വൈകിട്ടുണ്ട്. 8:30 താഴെ പോയി എന്തെങ്കിലും നന്നിട്ട് വേണം ജോലിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ. അത് വൈകാതെ ഇറങ്ങട്ടെ. ഇന്നലെ ഞാൻ കുറേ മടക്കിയിട്ടോ. ഇന്നലെ ഞാൻ പെട്ടെന്ന് പോകാൻ ശ്രമിച്ചത്. എനിക്ക് പെട്ടെന്ന് തലവേദന വന്നിട്ട് പറ്റത്തില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ, ഞാൻ പോകാൻ നോക്കട്ടെ. ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് തിന്നാനായിട്ട് എന്തായിരുന്നു പൂരിയും വെള്ളക്കടലക്കറിയും ആയിരുന്നേ. അതുകൊണ്ട് ഞാൻ നേരെ വേഗം ജോലിക്കറി. അറുപത്തിന് വീട്ടിൽ വരേണ്ട എല്ലാ അസുഖങ്ങളും എനിക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നടുവേദന, കാലുവേദന. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഞാൻ പോയി ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചായ കുടിക്കുന്നതല്ല കേട്ടോ. ഞങ്ങൾക്കൊരു ടൈമുണ്ട്. എന്ന് വെച്ചാൽ ഇച്ചിരി ഞാൻ ജോലി ചെയ്തിട്ട് വന്ന് ചായ കുടിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വറക്കണ പോലെ തോന്നും ശരീരം. ഞാൻ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നേരെ ഇത്തിരി നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോവാറ്. കാല് ഭയങ്കര വേദനയില്ലേ, പ്രായമായി എന്ത് പറയാൻ. എന്നിട്ട് അവിടെ പോയിരുന്ന് കുറേ നേരം കമ്പ്യൂട്ടറിൽ കുറച്ച് ഫീഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്ത് എൻ്റെ കുരുവൊക്കെ കണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കണമായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയും സാമ്പാറും മാത്രം കഴിച്ചത്. വൈകി കഴിച്ചുകൊണ്ടാണ് എനിക്ക് വിശപ്പ് മാറിയില്ല. എന്നിട്ട് ഞാൻ പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും ഞാൻ ബ്രെഡും സുഗിയനും കഴിച്ചിട്ടുണ്ട്. ഈ ഇടയിൽ സുഗിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാനായപ്പോഴേക്കും ഒടുക്കത്ത മഴ. ഇത് ഞാൻ എപ്പോഴും ഇറങ്ങാൻ നേരമാകുമ്പോൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല എന്തും എനിക്ക് മാത്രം ഇങ്ങനെയാണ്. ഞാൻ ഇറങ്ങാൻ നേരമായപ്പോൾ നല്ല മഴയായി. ഞാൻ മഴയത്ത് പോയി കോട്ടൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ പോയത്. നല്ല മഴ കൊണ്ടിട്ടുണ്ട്. വീട്ടിൽ പോട്ടെ, ഫുള്ള് ഇറങ്ങിയിരിക്കുന്നു. മഴ നേരിയതായിട്ട് വീടെത്തിയപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ നല്ല പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. അതിൽ നിന്ന് 2 പഴംപൊരി ഞാൻ കഴിച്ചു. കുഞ്ഞു പഴംപൊരിയാണേ. ഫ്ലൈങ് കിസ് കൊടുക്കുന്നാ, ഫ്ലൈങ് കിസ് കൊടുക്ക് നോക്ക്. അയ്യേ തരാമ. ഹായ് പറ തരാം. ഹായ് പറ, എല്ലാവരോടും ഹായ് പറ. ഹായ്, ലവ് യു എന്ന് പറ. ഈശുപ്പ ലവ് യു എന്ന് പറഞ്ഞേ. ഹായ് ബാ, എല്ലാവരും ബാ, വീട്ടിലോട്ടെല്ലാം പറ. ക്ലാപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തല്ലായിരിക്കും. ക്ലാപ്പ് ചെയ്യാനറിയാം നമുക്ക്. മേടിക്കാൻ ഇത് നീഗിൽ രാത്രിയാകുമ്പോൾ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഞാനിപ്പോൾ തൽക്കാലത്തേക്കൊന്നും എടുത്തിട്ടുള്ളൂ. പപ്പ ഇടുന്ന സാധനം അല്ലേ മറിയാമ്മ. പിന്നെയും ഇവിടെയൊക്കെ അലമ്പാക്കി അല്ലേ, അലമ്പാക്കി ഇവിടെയൊക്കെ ആന്ന് പറഞ്ഞേ. നോക്കി പേടിപ്പിക്കുന്നു. ഇന്നത്തെ എനിക്കുള്ള പണിയാണേ ഈ ഒരു കുരിപ്പ് കാണിച്ചു വെച്ചേക്കുന്നതാണേ. ഇത് കണ്ട, എനിക്കറിയില്ലല്ലോ സംബന്ധത്തിൽ ഇത് ചെയ്യാനേ എനിക്ക് നേരമുള്ളൂ. കുറുമ്പി മറിയാമ്മ നോക്കടോ. അവള് വേറെന്തോ വലിച്ചു വരാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഞാൻ പോയി ആളൊന്ന് കുളിപ്പിക്കാനല്ല, അവള് ഹാപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി ക്ലീൻ ചെയ്യട്ടെ. ഒരു 8-8:30 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ചോറെടുത്ത് ചോറും മീൻകറിയും നെല്ലിക്ക ഉപ്പിലിട്ടത് ചാലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് വേഗം കഴിക്കുവാണ്. അതുകൊണ്ടാണ് എനിക്ക് മറിയാമ്മക്ക് ചോറ് എടുക്കണത്. തള്ള തിന്നിട്ട് മോള് തിന്നാൽ മതി അല്ലേ. എന്നിട്ട് ഞാൻ വേഗം ചോറ് തിന്നാനാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പിടിക്കുന്നുണ്ട്. മറിയാമ്മക്ക് ഇങ്ങനെ മുട്ട വേവിച്ച പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും ചോറിൻ്റെ കൂടെ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മുട്ട പിടിക്കുകയാണ്. പാത്രം കണ്ടിട്ട് ആരും പേടിക്കേണ്ട. കുറച്ച് നാളായി ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ മാറ്റണം. എന്നിട്ട് വേഗം ചെയ്യൂ കേട്ടോ ഇതൊക്കെ. എന്നിട്ട് അവൾക്ക് വാരിക്കൊടുത്തു.
അവൾ ഭക്ഷണം കഴിക്കാനായിട്ടൊരു അരമണിക്കൂറെങ്കിലും എടുക്കും. പയ്യെ ചവച്ച് അരച്ച് കാർട്ടൂണൊക്കെ കണ്ടിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ടൈം എടുക്കും, നല്ല രീതിയിൽ ടൈം എടുക്കും. ഒരു അരമണിക്കൂർ മിനിമം എടുക്കും. എന്നിട്ട് കഴിച്ചാണ്ട് ഞങ്ങൾ മേളിൽ ചെന്നപ്പോഴേക്കും നിഖിൽ അവിടെ ഭയങ്കര ക്ലീനിങ് ആയിരുന്നു. മാസ്കൊക്കെ വെച്ചിട്ട് കട്ടിലൊക്കെ ഒന്ന് റൂം റീഅറേഞ്ച്മെൻ്റ് ആയിരുന്നു ആളുടെ ഉദ്ദേശം. എന്നിട്ട് അതൊക്കെ ചെയ്ത് തന്നെത്താനെ എയർഫോണൊക്കെ നല്ല വൃത്തിയിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിഖിലൊക്കെ ചെയ്യും, ഞാനും ചെയ്യും. ഞങ്ങൾ മാറി മാറിയാണ് ചെയ്യാറ്. ഒരു തോന്നലാണ് എല്ലാവർക്കും, എനിക്കായാലും നിഖിലിനായാലും. അത് തന്നെ മറിയാമ്മയുടെ വേഷം കെട്ടാണ് ഇനി കാണാൻ പോണത്. എന്തോരം സാധനങ്ങളെ വലിച്ചു വരണേന്ന് അറിയോ. മറിയാമേ അമ്മക്ക് തരുവാ ഭയങ്കര എന്തോ ഭയങ്കര മടി. ഈ മടക്കി വെച്ച തുണി പോലും എടുത്ത് വെക്കാനൊക്കെ മടി. അറിയില്ല എൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന്. ഇങ്ങനെ മടിയുള്ള ആരെയും കണ്ടിട്ടുണ്ട്? എല്ലാവരും പറയണേ ഇതുപോലൊരു മടിയുള്ള ആളെ വേറെ ആരും കണ്ടിട്ടില്ല. എന്നെ അറിയാവുന്നവർ മൊത്തം പറയാറുണ്ട്. എന്താണ് എനിക്ക് ഇത്ര മടിയെന്ന് എനിക്കും അറിയാൻ പാടില്ല. ഇനി ഇത് വല്ല രോഗമാണോ അതും എനിക്കറിയൂല. രാവിലെ എണീക്കാൻ മടി, പഠിക്കാൻ മടി, പണിയെടുക്കാൻ മടി. മടിയൊക്കെ മാറ്റണം അല്ലേ? ജീവിതം രക്ഷപ്പെടണമെങ്കിൽ മടിയായിട്ടിരുന്നാൽ നമ്മൾ രക്ഷപ്പെടത്തില്ല. പക്ഷേ വ്ളോഗ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇപ്പം എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് വേറൊരു കാര്യം. പക്ഷെ ജീവിതം ഒരു റുട്ടീനാക്കാണ്ട് ഇത് മാത്രം ചെയ്തിരുന്നാൽ ജീവിതത്തിനൊരർത്ഥമില്ലാണ്ടായിപ്പോവും. എല്ലാം സെറ്റാക്കി എടുക്കണം. ആദ്യം ഇവിടെ സെറ്റാക്കണം. കണ്ടില്ലേ പഠിച്ചു കാര്യമുണ്ട്. എനിക്ക് വയ്യ. എൻ്റെ അവിടെ നീല അവിടെ വർക്ക് ചെയ്യുന്നത്. മാസ്ക് ഒക്കെ വെച്ച അയാൾക്ക് തുമ്മല അലർജ. ഇതിപ്പോൾ എന്നോട് ചെയ്യാതെ പറയണ പണിയാണ് അയാൾ തന്നെത്താൻ അവിടെ ഇത് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എനിക്കിട്ട് പണിയുന്നത്. വ്ലോഗ് കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും വ്ലോഗൊക്കെ കാണണേ. പയ്യെ പയ്യെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂട്ടണം. ഇപ്പോഴും 580 അതിൽ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ അമ്മത്തേക്ക് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. സോറി, ഞാൻ സാരാട്ടോ. ഞാനില്ല ഡിഗ്രി ഇത്ര ടൈറ്റിലാണ് ഞാൻ പഠിക്കുന്നത്. പണി പോകണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ. എങ്കിലും ഭയങ്കര ടൈറ്റാണ് ഈ ഇടയിട്ട്. പിന്നെ എനിക്ക് അങ്ങനെ ചോദിക്കാൻ എൻ്റെ ഒരു മടി. സ്വന്തമായിട്ട് ഞാൻ വിചാരിക്കുന്നു കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോഴേക്കും ഒന്ന് ടൈറ്റ് മാറുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ മാറിയിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. എന്തായാലും തരും. വാക്ക് പറഞ്ഞ വാക്കാണ്. ഇത് ഞാൻ ഇടോളൂ. എങ്കിലിതേ ഒതുക്കി പറക്കിയിട്ടിട്ടുണ്ട്. ടാറ്റാ. ഞങ്ങളുടെ കട്ടിൽ ശരിക്കും ഈ ഭാഗത്താണ് കേട്ടോ. മറിയാമ്മ കുസൃതികൾ ഒപ്പിക്കണോണ്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയത്. സ്വിച്ച് ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളിവിടെ ആക്കി. മറിയാമ്മേ പോകണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.